ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ചെയ്യുന്ന ടൈമിൽ ഫോളോ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മളതിന് ആ ടൈമിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരുപാട് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കുറയ്ക്കണം എന്ന് അത്രയ്ക്ക് ആഗ്രഹം മനസ്സിൽ വന്നിട്ട് ഞാൻ തുടങ്ങിയതാണ് എങ്കിൽ പോലും എനിക്ക് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഒരു 1 വീക്ക്, ഒരു 1.5 ആഴ്ച എനിക്ക് നല്ല കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെക്കൊണ്ട് ഒട്ടും ഷുഗർ മാറ്റാൻ പറ്റാത്ത ഒരാളായിരുന്നു. നമ്മൾ വെയിറ്റ് ലോസിൻ്റെ ടൈമിൽ ഈ ഷുഗർ എന്ന് പറയുന്ന സംഭവം മാറ്റിയാൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് പോസിബിളായിട്ട് വരത്തുള്ളൂ. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് ഒരു വീക്ക് അല്ലെങ്കിൽ 1.5 ആഴ്ച നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയും. ഒരു 1 കിലോ 2 കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ 3 കിലോ വെച്ചിട്ടൊക്കെ വെയിറ്റ് കുറയും. അത് വേറെ ഒന്നുമില്ല, നമ്മുടെ വാട്ടർ വെയിറ്റാണ്. ആ കുറയുന്നത് ഇപ്പോൾ ആദ്യത്തെ ആഴ്ച നമുക്ക് ഇത്ര കുറഞ്ഞു, രണ്ടാമത്തെ ആഴ്ച നമുക്ക് ഇത്ര കുറഞ്ഞു, അപ്പോൾ മൂന്നാമത്തെ ആഴ്ചയും നമുക്ക് ഇത്ര കുറയുമായിരിക്കും എന്നൊരിക്കലും വിചാരിക്കരുത്. വാട്ടർ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കുറയുന്നതാണ്. അപ്പോൾ ഈ വാട്ടർ വെയിറ്റ് കുറയുമ്പോഴത്തേക്ക് നമുക്ക് ഫേസിൽ ആ മാറ്റം വരും. നമ്മുടെ വയറ്, ബെല്ലി ഫാറ്റ് കുറച്ച് കുറഞ്ഞ പോലെ നമുക്ക് തോന്നും. അപ്പോഴത്തേക്ക് മൂന്നാമത്തെ ആഴ്ചയും നമുക്ക് ആ 2 കിലോ കുറയുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കുറയത്തില്ല. ഒരു 1/2 കിലോ ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചായിരിക്കും. പിന്നീട് വാട്ടർ വെയിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരുടെ ബോഡി ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത്. 1/2 കിലോ ഉണ്ടാവും, ചിലപ്പോൾ 1 കിലോ കുറയും, ചിലർക്ക് 1.5 കിലോ 1.25 കിലോക്ക് ഒരാഴ്ച കുറയാം. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പിന്നത്തെ വെയിറ്റ് ലോസ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഷുഗർ ഒഴിവാക്കുക. പുറത്തുനിന്നുള്ള ഫുഡുകൾ എല്ലാം, നമ്മൾ ബേക്കറി ഐറ്റംസും എല്ലാം ഒഴിവാക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെക്കൊണ്ട് മധുരം ഒട്ടും മാറ്റാൻ പറ്റാത്ത ഒരാളായിരുന്നു. കുഞ്ഞുനാളിലേ തൊട്ടേ ഞാൻ നല്ല രീതിക്ക് ചോക്ലേറ്റ്സ് ആണെങ്കിലും ബേക്കറി ഐറ്റംസ് ആണെങ്കിലും ഒക്കെ കഴിച്ച് വളർന്നു വന്ന ഒരു കുട്ടിയായിരുന്നു ആണ്. അപ്പോൾ ആ ശീലം തന്നെ ഞാൻ വലുതായപ്പോഴത്തേക്കും എനിക്ക് മാറ്റാൻ പറ്റില്ല. എനിക്ക് ആ ഷുഗർ എന്ന് പറയുന്നത്, ഐസ്ക്രീം അത്ര ഇല്ല എങ്കിലും ചോക്ലേറ്റ്സ് എന്നെക്കൊണ്ട് പറ്റത്തേയില്ല. എനിക്ക് വേണം. ഒരു ചോറ് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്കും ആ ഒരു മുട്ടായി എടുത്തിട്ട് കഴിക്കണം എന്നൊരു ഇതായിരുന്നു. അപ്പോൾ മാറ്റിയെടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഞാൻ പാടുപെട്ടു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഷുഗർ മാറ്റുക. അത് എത്രത്തോളം നമുക്ക് മാറ്റാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് പെട്ടെന്ന് റിസൾട്ട് തരും. നമ്മുടെ ഫേസിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരും. നമുക്കൊരു നാച്ചുറൽ ഗ്ലോ ഉണ്ടാവും. അതുപോലെ തന്നെ വെള്ളം, നമ്മൾ കറക്റ്റ് വെള്ളം കുടിക്കുക. നമുക്ക് ബോഡി വെയിറ്റ് എത്രയാണോ ഉള്ളത്, ഒരു 20 കിലോ വെയിറ്റുള്ള ഒരാൾ 1 ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് വേണ്ട അത്ര വെള്ളം നമ്മൾ എടുക്കുക. നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. വെള്ളം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ സ്കിന്നിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് അത് ഭയങ്കരമായിട്ട് ബാധിക്കും നമ്മൾ വെള്ളം കുടിച്ചില്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കറക്റ്റ് വേണ്ട അളവിൽ തന്നെ വെള്ളം കുടിക്കുക. പിന്നീടെന്ന് വെച്ചാൽ, നമ്മൾ ഒരു 7 മണിക്ക് മുന്നേ ഫുഡ് കഴിച്ച് തീർക്കുക. നമ്മൾ എത്രത്തോളം നേരത്തെ ഫുഡ് കഴിച്ച് തീർക്കാൻ പറ്റുമോ അത്രയും നേരത്തെ നമ്മൾ കഴിക്കണം. അങ്ങനെ കഴിക്കാൻ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെന്ന് പെട്ടെന്നൊരു ദിവസം എനിക്ക് വർക്കൗട്ട് ചെയ്യണം, എനിക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കുറച്ച് സമയം എടുക്കും അതിന്. നമുക്ക് വർക്കൗട്ട് ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ നമുക്ക് പാർട്ട്നേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യും. പക്ഷേ ഡയറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ചിലപ്പം ഡയറ്റ് എടുക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് ഈ ക്രേവിങ്സ് കൊണ്ടുള്ളവന്നെ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ എന്തെങ്കിലും നമ്മൾ കഴിക്കും. ഉറപ്പ് ഫസ്റ്റ് ഒരു 1 വീക്ക് ഉറപ്പ് നമ്മൾ എന്തെങ്കിലും കഴിക്കും. ആ ഡയറ്റ് അന്ന് അത്രയും നേരം നമ്മൾ എടുത്തിട്ടുള്ള എഫേർട്ട് അവിടെ തീരും. അങ്ങനെ എൻ്റെ ഇതിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വൈകുന്നേരം വരെയൊക്കെ പോകും. വൈകുന്നേരം ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിക്കാൻ ക്രേവിങ്സ് വല്ലാണ്ട് വരുമ്പോൾ മനസ്സിനില്ല, പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ചുറ്റിനും ഈ ചോക്ലേറ്റ്സ്, ഐസ്ക്രീം അങ്ങനെയുള്ള പല ചിന്തകളും വരുമ്പോൾ അങ്ങനെ കഴിച്ചാൽ അപ്പം നമ്മൾ വിചാരിക്കും, ഇന്ന് ഇത്രയും വന്ന്, ഇനി ഇന്ന് കഴിയാം, നാളെ നമുക്ക് തുടങ്ങാം എന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ നമുക്ക് വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതൊന്നുമില്ല. നമ്മൾ ആദ്യം കുറേശ്ശെ ഡയറ്റിൽ നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. കുറേശ്ശെ ആയിട്ട് ഫുഡ് ആദ്യം നമ്മൾ പോർഷൻ സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോർഷൻസ് കുറയ്ക്കുക. നമ്മൾ ഒരു പാത്രം ചോറ് തിന്നുന്ന ഒരാൾ ഒരു അരപ്പാത്രം കഴിക്കുക. അതുപോലെ തന്നെ പ്ലേറ്റ് നമ്മൾ എടുക്കുന്നതിലുമുണ്ട്. ഏറ്റവും ചെറിയ പ്ലേറ്റ് നോക്കി എടുക്കുക. അതിലിപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റ് നിറഞ്ഞിരുന്നാലും അത്ര പ്രശ്നമില്ല. ഒരു വലിയ പ്ലേറ്റ് എടുത്തിട്ട് അതിലും നിറച്ച് ചോറ് എടുക്കുമ്പോഴത്തേക്കാണ് പ്രശ്നം. അപ്പോൾ പ്ലേറ്റ് ചെറുതെടുത്തിട്ട് ചോറെടുക്കുക, അതിനുള്ള കറികൾ കൂട്ടിയെടുക്കുക, കൂടുതൽ വെജിറ്റബിൾസ് എടുക്കുക. നമുക്ക് ഒരു ദിവസം വേണ്ട കാലറീസ്, ഇപ്പോൾ എനിക്കിപ്പോൾ 1500 കാലറിയാണ് വേണ്ടതെങ്കിൽ അതിൽ നമുക്ക് എന്ത് ഫുഡും കഴിക്കാം.
ഈ 1500 കാലറിക്കകത്ത് എന്ത് ഫുഡ് കഴിക്കാം. പക്ഷേ നമ്മൾ അങ്ങനെ കഴിക്കരുത്. അതിൽ ആവശ്യമുള്ള ഫുഡുകൾ മാത്രം. നമ്മളുടെ ബോഡിക്ക് എത്ര ഫുഡ് ആവശ്യമാണ്, എന്തൊക്കെ ഫുഡാണ്, വെജിറ്റബിൾസ് ആണോ, ഫ്രൂട്ട്സ് ആണോ, അല്ലെങ്കിൽ പ്രോട്ടീൻസ് ആണോ, നോൺ വെജ് ആണോ, ആവശ്യത്തിന് നമ്മുടെ ബോഡിക്ക് എന്താണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കറക്റ്റ് കാലറി കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കാൻ നോക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഷുഗർ, പുറത്തുനിന്നുള്ള ഫുഡ്സ് ബേക്കറി ഐറ്റംസ് ഒക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്ര നേരത്തെ ഡിന്നർ കഴിച്ച് കഴിയുന്നോ അത്രയും നേരത്തെ കഴിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. നമ്മുടെ ബോഡിക്ക് എത്ര ലിറ്റർ വെള്ളം ആവശ്യമാണോ അത്രയും വെള്ളം നമ്മൾ ഒരു ദിവസം കുടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നൈറ്റിൽ നമ്മൾ ഡിന്നർ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഡിന്നർ എടുക്കാൻ നോക്കരുത്. ഉച്ചയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ഉച്ചയ്ക്ക് വളരെ പോർഷൻ കുറച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഫുഡ് എന്താണോ എടുക്കുക. ഡിന്നർ നമ്മൾ മാക്സിമം സാലഡ്സോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ആക്കുക. ഒരു നേരത്തെ ഫുഡ് അങ്ങനെയൊക്കെ വളരെ ലൈറ്റായിട്ട് ഡിന്നർ വളരെ ലൈറ്റായിട്ട് എടുക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബോഡി വെയിറ്റ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ രാത്രി ഇപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ ഒരു ചപ്പാത്തിയോ എന്തെങ്കിലും കഴിക്കുന്ന ഒരാളാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ചപ്പാത്തി ഒരു ദിവസം കഴിച്ചിട്ട് പിറ്റേന്ന് വെയിറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് പകരം ഒരു സാലഡാണ് ഞാൻ എടുക്കുന്നത്. സാലഡ് നമുക്ക് പല രീതിക്ക് ഉണ്ടാക്കാം, ഒരുപാട് സാലഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു സാലഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പിറ്റേന്ന് നോക്കുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് ചേഞ്ച് വരും അതുകൊണ്ട് സാലഡ്സ് കൂടുതലും നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ വിശപ്പ് തോന്നത്തില്ലേ, നമുക്ക് ഒരുപാട് ഈ നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുന്ന ഒരാൾ നമുക്ക് പെട്ടെന്നൊരു ഡയറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് തോന്നും. ആ ടൈമിൽ ഒന്നെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുക, 1-2 ഗ്ലാസ് വെള്ളം നമ്മൾ ആ ടൈമിൽ കുടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ബൗളിൽ നേരത്തെ തന്നെ സാലഡ് റെഡിയാക്കി ഫ്രിഡ്ജിൽ വച്ചിക്കുക. നമുക്ക് ആ കഴിക്കാൻ തോന്നുന്ന ടൈമിൽ അതിൽ നിന്നൊരു സ്പൂൺ എടുത്ത് കഴിക്കുക. ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ. ആ സ്പൂൺ എടുത്ത് കഴിക്കുക. അതുപോലെ തന്നെ സാലഡിൽ നമ്മൾ കൂടുതലും പയർ, കടല അങ്ങനെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക, വെജിറ്റബിൾസിനോട് ഒപ്പം തന്നെ. ഫസ്റ്റൊക്കെ നമുക്ക് ഈ കുക്കുംബറൊക്കെ കഴിക്കുമ്പോൾ ഒരുമാതിരി ചിലർക്കെങ്കിലും തോന്നാം, എങ്കിലും നമ്മൾ കുക്കുംബറൊക്കെ ഒരുപാട് എടുക്കുക. അതുപോലെ തന്നെ വെള്ളമൊന്നും നമുക്ക് ഫസ്റ്റൊന്നും ഈ 3 ലിറ്റർ 3.5 ലിറ്റർ ഒന്നും കുടിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ ആദ്യം കുറേശ്ശെ ഒരു 1 ലിറ്റർ 1.5 ലിറ്ററൊക്കെ കുടിക്കുക. പിന്നെ കുറേശ്ശെ അളവ് കൂട്ടി നമുക്ക് ബോഡിക്ക് എത്രയാണോ ആവശ്യമെന്ന് വെച്ചാൽ അതിലേക്ക് കൊണ്ടെത്തിക്കുക. ഇനി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഡയറ്റ് എടുക്കും പോലെ തന്നെയാണ്. പോർഷൻ കുറച്ച് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടൊരു ഡയറ്റിലേക്ക് വരിക. വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കറക്റ്റ് നമുക്ക് വേണ്ട വെള്ളം എത്രയാണോ അതിലേക്ക് എത്തുക. അതുപോലെ തന്നെ എത്രയും നേരത്തെ ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിന്നർ കഴിക്കുമ്പോഴത്തേക്ക് പറ്റുന്നൊരു പ്രശ്നം, നമ്മളെന്നും ഡിന്നർ കഴിക്കുന്നത് കുറച്ച് ലേറ്റായിട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ക്രേവിങ്സ് ഉണ്ടാവും, ഫുഡ് ക്രേവിങ്സ്. ചിലപ്പോൾ എന്തെങ്കിലും പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്സ് കഴിക്കാനായിട്ടായിരിക്കും തോന്നുക, അല്ലെങ്കിൽ ഷുഗർ എടുക്കാൻ തോന്നും. അങ്ങനെ കുറേ ക്രേവിങ്സ് ഉണ്ടാവും. ആ ടൈമിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ വെള്ളം കുടിക്കുക. അത്രേ പറ്റത്തുള്ളൂ നമുക്ക്. നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യുക, നല്ല രീതിക്ക് വെള്ളം കുടിക്കുക. അപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് ഓക്കെ ആവും. അല്ലാന്നുണ്ടെങ്കിൽ കുറേശ്ശെ നമ്മൾ ഒറ്റയടിക്ക് ഒരു 10 മണിക്ക് ഫുഡ് കഴിക്കുന്ന ആൾ 6 മണിക്കോ 6:30 മണിക്കോ കഴിക്കാണ്ട് നമ്മൾ 8 മണിക്ക് ഒരു ദിവസം കഴിക്കുമ്പോൾ 8 മണിക്കാക്കുക, പിന്നെ കഴിക്കുമ്പോൾ 7 മണിക്കാക്കുക, പിന്നെ കഴിക്കുമ്പോൾ 6 മണിക്കാക്കുക. അങ്ങനെ ടൈം കുറച്ചെടുത്ത് നമുക്ക് വേണ്ട ടൈമിൽ എത്തിക്കാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട, ഡയറ്റ് പോലെ തന്നെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് വർക്കൗട്ട്. അതിപ്പോൾ ഇന്ന വർക്കൗട്ട് തന്നെ വേണമെന്നില്ല. ജിമ്മിൽ പോയി തന്നെ ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഈ കാർഡിയോ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ആദ്യം കുറേശ്ശെ നടക്കുക. ഓടാൻ പറ്റുന്നവരാണെങ്കിൽ ഓടുക. എന്തെങ്കിലും വർക്കൗട്ട് ഒരു അരമണിക്കൂറോ, ആദ്യം ഒരു 15 മിനിറ്റ് ചെയ്യുക, പിന്നെ ഒരു അരമണിക്കൂറാക്കുക. അങ്ങനെ ടൈം കൂട്ടി നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് ടൈം കൂട്ടി എടുക്കുക. അപ്പോൾ വർക്കൗട്ട് നമുക്ക് വെയിറ്റ് ലോസ് നമുക്ക് വേണമെങ്കിൽ വർക്കൗട്ട് വേണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് 80% ഡയറ്റിലും 20% നമുക്ക് വർക്കൗട്ടിലും ഉള്ളത്. അപ്പോൾ ഈ രണ്ടും കൂടി കയറി വന്നാൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഉറക്കം. സത്യത്തിൽ പറയുന്നത്, നമുക്ക് ഒരു ആളിന് വെയിറ്റ് ലോസ് ഉണ്ടാവണമെങ്കിൽ നല്ല രീതിക്ക് റെസ്റ്റ് എടുക്കണം. അതുപോലെ തന്നെ ഉറക്കം, വെള്ളം, വർക്കൗട്ട്, ഡയറ്റ്, ഇത് 4 നല്ല രീതിക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവും. പെട്ടെന്ന് നമുക്ക് റിസൾട്ട്, നമ്മൾ ചെയ്യുന്നതിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിക്ക് ഉറങ്ങും. ഒരു 8 മണിക്കൂർ നമ്മൾ മാക്സിമം ഉറങ്ങിയിരിക്കണം. അത് ഈ 8 മണിക്കൂർ എന്ന് പറയുമ്പോഴേക്കും അതിൽ ഉച്ചയുറക്കം പറ്റത്തില്ല കേട്ടോ. ഉച്ചയുറക്കം ഉറങ്ങിയാലും നമ്മൾ വണ്ണം വയ്ക്കും. ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലും മറ്റുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക. നമുക്കെന്ന് വെച്ചാൽ ഉച്ചയൊക്കെ ആകുമ്പോൾ ഉറക്കം വരും, രാത്രിയാകുമ്പോൾ ഉറക്കം വരത്തില്ല. അങ്ങനെ ഒരു ഇതാണ് നമുക്ക്. അപ്പോൾ രാത്രി അത് കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ മൊബൈൽ ഫോൺസ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനും യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ
ഫലമെന്ന് പറയട്ടെ നല്ല രീതിക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഈ കുഞ്ഞ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആ കാര്യത്തിൽ ഉറക്കമൊഴിയേണ്ട അവസ്ഥ വന്നിരുന്ന സമയത്ത് ഞാനും അവനെ നോക്കും, ഫോണിലും നോക്കും. അങ്ങനെ എനിക്ക് നല്ല രീതിക്ക് ഡെലിവറി ടൈമിലൊക്കെ ആയപ്പോഴത്തേക്കും ഡാർക്ക് സർക്കിൾ നേരത്തെ തന്നെ വെയിറ്റ് വണ്ണം ഉള്ള സമയത്ത് തന്നെ എനിക്ക് ഡാർക്ക് സർക്കിൾ വന്നതാണ്. ഇപ്പോൾ ഒരു പരിധി വരെ ഈ ഉറക്കമൊക്കെ നല്ലപോലെ ഉറങ്ങി, നല്ലപോലെ വെള്ളം കുടിച്ച്, നല്ല ഡയറ്റ് ചെയ്ത്, നല്ല ഫുഡ് കഴിച്ച്, നല്ല വർക്കൗട്ടൊക്കെ ചെയ്ത് കുറേശ്ശെ മാറ്റിയെടുക്കണം. അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നല്ലപോലെ സ്കിൻ കെയറും അതിൻ്റെ കൂടെ ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുവിധപ്പെട്ട നമ്മുടെ ബോഡിയിലെയും സ്കിന്നിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കിട്ടും. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഉറങ്ങുക, വെള്ളം കുടിക്കുക, ഫുഡ് നേരത്തെ കഴിക്കുക, പുറത്തുനിന്നുള്ള ഫുഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്ത് മാറ്റുക. മാക്സിമം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. നമുക്ക് വേണ്ട ചിക്കനൊക്കെ നമുക്ക് റെഡ് മീറ്റ്സ് ആണ് നമുക്ക് ഡയറ്റിൽ ഒഴിവാക്കേണ്ടത്. നമുക്ക് ചിക്കനൊക്കെ കഴിക്കാം, ഗ്രാമെന്ന് നമ്മൾ ഡയറ്റിൽ കാണും, അതനുസരിച്ച് നമുക്ക് ചിക്കനൊക്കെ കഴിക്കാം. അപ്പോൾ അതൊക്കെ കഴിക്കുക. ഫിഷ് ഒരുപാട് നല്ല നല്ല മത്തിയൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് നമ്മുടെ ബോഡിക്ക് ഡയറ്റിൽ. അപ്പോൾ അതൊക്കെ കഴിക്കുക. അപ്പോൾ ഡയറ്റ് എപ്പോഴും ഒരിക്കലും സ്വന്തമായിട്ട് ആരും ഡയറ്റ് തുടങ്ങാൻ നിൽക്കരുത്. നല്ലൊരു ഡയറ്റീഷ്യനെ കാണുക. വർക്കൗട്ട് നമുക്ക് എങ്ങനെ വേണോ ചെയ്യാം. നമുക്കിപ്പോൾ സൂംബയാണെങ്കിൽ സൂംബ, വാക്കിംഗ് ആണെങ്കിൽ വാക്കിംഗ്, വീട്ടിലെന്തെങ്കിലും കാർഡിയോ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് പ്രത്യേകിച്ച് പാല് കൊടുക്കുന്ന കുട്ടികൾക്ക്, പാല് കൊടുക്കുന്ന അമ്മമാർ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യരുത്. നമുക്കറിയത്തില്ല നമ്മുടെ ബോഡിക്ക് എന്തൊക്കെയാണ് ആവശ്യം, നമുക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ വേണം, എന്തൊക്കെ അളവിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്കറിയത്തില്ല. അത് ഒരു ഡയറ്റീഷ്യൻ മാത്രമേ അറിയത്തുള്ളൂ. പുള്ളി നമ്മുടെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ വെച്ചിട്ട് BMI ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്ത് തരും. ആ ഡയറ്റ് നമ്മൾ അതുപോലെ ഫോളോ ചെയ്യുക. നമുക്ക് പെട്ടെന്നെങ്കിൽ ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ട് ഡയറ്റ് എടുക്കാനായിട്ട് നമ്മളെ നോക്കരുത്. അത് നമുക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ കുറച്ച് ഫോളോ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളും ഇനിയിപ്പോൾ പുതിയ ഇറക്കി തുടങ്ങുവാണ്, പുതിയ വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നവരാണെങ്കിൽ ഒരു ടിപ്പ് പോലെ എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് മൈൻഡിൽ വെച്ചിരുന്നാൽ മതി. ഇത് കൂടിയൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. മാറ്റി ഇന്ന് നാളെ മറ്റന്നാളെന്ന് പറഞ്ഞ് മാറ്റി വെക്കാണ്ട് പെട്ടെന്ന് ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക. അപ്പോൾ ഞാൻ വീഡിയോ ഒരുപാട് വലിച്ചടിക്കുന്നില്ല. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.